ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാജീസ് വേൾഡ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശ ഉണ്ടാക്കാൻ നോക്കിയാലോ. റവയും തേങ്ങയും മാത്രം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. 1 കപ്പ് തേങ്ങയും 1 കപ്പ് റവയും അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി എടുക്കാം. ഇത് മൂന്നും കൂടി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇത് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് തേങ്ങയും റവയും ഒക്കെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. ഇത് മിക്സിയിലാക്കി നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം ഇഷ്ടമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അതിലേക്ക് ഇടണമെന്നില്ല. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് നല്ലോണം യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഇത് കട്ടിയുള്ളൊരു മാവാണെങ്കിൽ നമുക്കൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെയും മിക്സ് ചെയ്യാം കേട്ടോ. ഒരു ദോശമാവിൻ്റെ രൂപത്തിൽ നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കപ്പോൾ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിതിന് ചുട്ടെടുക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു തവി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മാവിൻ്റെ പോലെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ കുട്ടി ദോശയുടെ രൂപത്തിലാട്ടോ ഇത് ഉണ്ടാക്കുന്നത്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നിട്ട് മറിച്ചിടാൻ നോക്കാം. അടിഭാഗം വിട്ട് വരുന്നുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ദോശ 2 സൈഡും നന്നായി മൊരിയിച്ചെടുക്കണേ. ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി ദോശ കൂടി ഒന്ന് ചുട്ടെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകും. അവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പറ്റുന്നതാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. നമ്മളെ കുട്ടി ദോശകളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് രാവിലെയൊക്കെ നമ്മൾ ദോശമാവ് തയ്യാറാക്കി വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അതേപോലത്തെ ദോശകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. റവയും തേങ്ങയും മാത്രം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദോശ ചുടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല എത്ര പെട്ടെന്നാണ് നമ്മൾ ഇത്ര ദോശ ഉണ്ടാക്കിയെടുത്തതെന്ന്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ദോശയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് കറി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ നിന്ന് ചിക്കൻ കറി ആയതുകൊണ്ട് നമ്മളിന്ന് അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.